ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ സബ്സിഡിയറി മാത്തമാറ്റിക്സിലെ സെക്കൻഡ് യൂണിറ്റായ ഇൻ്റഗ്രൽ കാൽക്കുലസിലെ 4.3 സെക്ഷൻ 4.3യും സെക്ഷൻ 4.3.1ൻ്റെയും കൊറോളറി ആയിട്ടുള്ള പാർട്ടാണ്. അതായത് നമുക്ക് ഇൻ്റഗ്രൽ 0 to π by 2 sin raised to px cos raised to qx എങ്ങനെയെല്ലാം അപ്ലൈ ചെയ്യാം, വേറെ ഏതൊക്കെ ഇൻ്റഗ്രലിൻ്റെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ്റഗ്രൽ 0 to നമുക്കറിയാവുന്ന വാല്യൂ ആണ് ഇൻ്റഗ്രൽ 0 to π by 2 sin raised to pxും cos raised to qx dx എന്താണെന്ന് അറിയാം. അപ്പോൾ അത് ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ 0 to infinity x raised to n divided by 1 plus x square whole raised to m dx എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിനോമിനേറ്ററിൽ 1 plus x square, ഡിനോമിനേറ്ററിലായാലും ന്യൂമറേറ്ററിലായാലും 1 plus x square വരുമ്പോൾ എപ്പോഴും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് x equal to tan theta ആണ്. ഇഫ് ഇറ്റ് ഈസ് മൈനസ് ദെൻ യു ക്യാൻ യൂസ് ഐദർ സൈൻ ഓർ കോസ്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് സൈൻ ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ 0 to infinity ആണ് ലിമിറ്റ് വരുന്നത്. 0 to infinity ലിമിറ്റ് വരുന്ന കേസിൽ നമ്മളെപ്പോഴും എക്സ് ഈക്വൽ ടു സൈൻ എക്സ് 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ റൂട്ട് ഓഫ് അങ്ങനെ വരുന്ന കേസിലൊക്കെ നമ്മൾ മൈനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു സൈൻ എക്സും സൈൻ തീറ്റയും, പ്ലസ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് എടുക്കുക, എക്സ് റേസ്റ്റ് എൻ ഡിവൈഡ് ബൈ 1 plus x square ഹോൾ റേസ്റ്റ് എം ആണ്. പ്ലസ് വന്നുകൊണ്ട് തന്നെ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ചൂസ് ചെയ്യാം. അപ്പോൾ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ആണെങ്കിൽ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടാൻ്റെ ഡെറിവേറ്റീവ് 6 square. സോ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ആയതുകൊണ്ട് ഡി എക്സ് ഈസ് ഈക്വൽ ടു 6 square തീറ്റ ഡി തീറ്റ വന്നു. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 plus x square ഹോൾ റേസ്റ്റ് എം ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻ തീറ്റയാണ്. സോ ഇതെന്തായി, ടാൻ റേസ് ടു എൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 plus ടാൻ സ്ക്വയർ തീറ്റ ഹോൾ റേസ് ടു എം വന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ റേസ് ടു എൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 plus ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 6 square തീറ്റ ഹോൾ റേസ് ടു എം വന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു ടാൻ റേസ് ടു എൻ തീറ്റ ഡിവൈഡ് ബൈ ഇതും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണ്, എ റേസ് ടു എം റേസ് ടു n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേസ് ടു എം എൻ ആണ്. അതുകൊണ്ട് ഇത് സീക്ക് റേസ് ടു 2m തീറ്റ വന്നു. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ ബൈ കോസ് ആണ്. അതപ്പോൾ സൈൻ റേസ് ടു എൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് റേസ് ടു എൻ തീറ്റ വന്നു. സീക്ക് എന്ന് വെച്ചാൽ 1 ബൈ കോസ് ആയതുകൊണ്ട് തന്നെ സീക്ക് റേസ് ടു 2m തീറ്റ എന്ന് പറയുന്നത് 1 ബൈ കോസ് റേസ് ടു 2m തീറ്റ വന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ താഴെ തല കീഴായിട്ടാണ് വരുന്നത്. 1 ബൈ ഉള്ളത് കോസ് ബൈ 1 ആവും. So sin raised to n theta divided by cos raised to n theta into cos raised to 2m theta divided by 1/9. ഇനി നമുക്ക് രണ്ട് ലിമിറ്റാണ് കൊടുക്കേണ്ടത്. എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ തീറ്റ എങ്ങോട്ട് പോകും നോക്കണം. അതേപോലെ തന്നെ എക്സ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ തീറ്റ എങ്ങോട്ട് പോകുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഹാസ് എക്സ് ടെൻസ് ടു 0, തീറ്റ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ അല്ലേ. അതുകൊണ്ട് തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ എക്സ് 0യിലോട്ട് പോകുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 0യിലോട്ട് പോകും, വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. എക്സ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ടാൻ തീറ്റ ഇൻഫിനിറ്റിയിലേക്ക് എത്തുന്നത് പൈ ബൈ 2യിലാണ്. ടാൻ എക്സിൻ്റെ വാല്യൂ 0 ആവുന്നത് 0യിലാണ്. അതുകൊണ്ടാണ് ടാൻ ഇൻവേഴ്സ് 0 ഇസ് ഈക്വൽ ടു 0 വന്നത്. ഇനി എക്സ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത് എപ്പോഴാണ്, എക്സ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ തീറ്റ എങ്ങോട്ട് പോകുന്നത് നോക്കണം. അതായത് ടാൻ തീറ്റ ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നത് എപ്പോഴാണ്, ടാൻ പൈ ബൈ 2 ആണ്. അതുകൊണ്ട് തന്നെ തീറ്റ എങ്ങോട്ട് പോകും, പൈ ബൈ 2യിലേക്ക് പോകും. അപ്പം നമ്മുടെ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഉള്ളത് എന്തായി മാറി, 0 ടു പൈ ബൈ 2 ആയി. ഇനി ഈ ഇൻ്റഗ്രാലിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്, സൈൻ റേസ് ടു എൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് റേസ് ടു എൻ തീറ്റ ഇൻറ്റു കോസ് റേസ് ടു 2m തീറ്റ ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 6 square തീറ്റയാണ്. അപ്പോൾ അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി 6 square തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് സ്ക്വയർ ആണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ സൈൻ റേസ് ടു എൻ തീറ്റ ഇൻറ്റു കോസ് റേസ് ടു 2m തീറ്റ ഡിവൈഡഡ് ബൈ കോസ് റേസ് ടു എൻ തീറ്റ ഇൻറ്റു 1 ബൈ കോസ് സ്ക്വയർ വരും. ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്തായി, എൻ തീറ്റ പ്ലസ് 2 തീറ്റ ആയി. ഇത് മുകളിലോട്ട് പോകുമ്പോൾ എന്താവും, പ്ലസ് n ഉള്ളത് മൈനസ് n ആവും, പ്ലസ് 2 ഉള്ളത് minus 2 ആവും. സോ വി ഗെറ്റ് ദിസ് ആസ് സൈൻ റേസ് ടു എൻ തീറ്റ ഇൻറ്റു കോസ് റേസ് ടു ഇവിടെ 2m, ഈ n മുകളിലോട്ട് പോകുമ്പോൾ മൈനസ് n
ഈ 2 മുകളിലോട്ട് പോകുമ്പോൾ -2. So we get this as integral 0 to pi by 2 sin raised to n theta cos raised to 2m minus n minus 2 theta d theta എന്ന് വന്നു. ഇത് നമുക്ക് ഏതാണ് ഇന്റഗ്രലിന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ വാല്യൂ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇനി സെക്കൻഡ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? 0 to infinity x raised to n dx divided by 1 plus x square whole raised to m plus 1 by 2 ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്ലസ് വന്നുകൊണ്ട് തന്നെ വി പുട്ട് x equal to tan theta ആണ്. അപ്പോൾ dx എന്ന് പറയുന്നത് sec square theta ആയി. ഇന്റഗ്രന്റ് മാത്രം എടുക്കുക. അപ്പോൾ x raised to n divided by 1 plus x square whole raised to m plus 1 by 2 എന്ന് പറയുന്നത് എന്തായി? tan raised to n theta divided by sec square theta whole raised to m plus 1 by 2 വന്നു. So this is equal to tan എന്ന് വെച്ചാൽ sin by cos ആണ് into divided by 1 by cos വരും. സോ അത് മുകളിലോട്ട് പോകും. ഇത് വരുന്നത് 2m plus 1 എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഇവിടെ നോക്കാം. 2 into പവർ എന്താ വരുന്നത്? ഇവിടെ 2 ഉണ്ട് into m plus 1 by 2 അല്ലേ? m plus 1 by 2 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2 into ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2m. സോ 2m plus 2 into 1 by 2 ആണ്. ഈ 2ഉം ക്യാൻസൽ ആയി പോയി ബാക്കി വരുന്നത് 2m plus 1. അങ്ങനെയാണ് cos raised to 2m plus 1 തീറ്റ വരുന്നത്. സോ ദിസ് ഇന്റഗ്രൽ ഇനി x 0 പോകുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു x 0 പോകുമ്പോൾ തീറ്റ വിൽ ഗോസ് ടു 0, x ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ തീറ്റ ഗോസ് ടു pi by 2. അപ്പോൾ നമ്മുടെ ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായി മാറി? ഇന്റഗ്രൽ 0 to infinity ഉള്ളത് ഇന്റഗ്രൽ 0 to pi by 2 ആയി. ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് sin raised to n theta into cos raised to 2m plus 1 theta divided by cos raised to n theta into dx എന്ന് വെച്ചാൽ sec square ആണ്. sec square എന്ന് പറയുമ്പോൾ 1 by cos ആണ്. അപ്പോൾ n plus 2 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്തായി? -n -2 വരും. ആഡ് ചെയ്യുമ്പോൾ 2m minus n minus 1 വരും. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ p എന്ന് പറയുന്നത് n ആയിട്ടും q എന്ന് പറയുന്നത് 2m minus n minus 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ഇന്റഗ്രൽ ആണ് 0 to 2a x raised to m 2ax minus x square dx. ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് a square minus a minus x square എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഇതിനെ എഴുതാൻ പറ്റുന്നതാണ്. 2ax minus x square നെ നമുക്ക് a square minus a minus x whole square എന്ന് എഴുതാം. അപ്പോൾ x raised to m into root of 2ax minus x square എന്ന് പറയുന്നത് എന്താണ്? ഈ ഫോം എപ്പോഴും ഓർക്കണം കേട്ടോ. a square minus a minus x square ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. സോ ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് a മൈനസ് എക്സിനാണ്, അല്ലാണ്ട് എക്സിനല്ല. ഈ a മൈനസ് എക്സിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ a മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു a കോസ് തീറ്റയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. a മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു a കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ a എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് 0 ആയിപ്പോയി. എക്സിൻ്റെത് മൈനസ് എക്സിൻ്റെത് -1 dx ഇൻറ്റു a ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ. ഇവിടെയും മൈനസ് ഉണ്ട് ഇവിടെയും മൈനസ് ഉണ്ട്, ക്യാൻസൽ ആയി പോയി. സോ ഡി എക്സ് എന്ന് പറയുന്നത് a സൈൻ തീറ്റ ഡി തീറ്റ എന്ന് കിട്ടി. ഇനി എക്സ് 0 ടെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കൊടുത്തത്? a മൈനസ് എക്സ് അല്ലേ? സോ a മൈനസ് എക്സ് തീറ്റ എന്തായിരിക്കും? ഇതൊന്ന് ഇതിങ്ങോട്ട് വരും. സോ a മൈനസ് എക്സ് ഡിവൈഡ് ബൈ a cos theta is equal to a minus x divided by a വരും. So theta is equal to cos inverse a minus x divided by a. ഇനി x 0 പോകുമ്പോൾ ഇതെന്താവും? a by a that is equal to 1. അതായത് cos inverse 1 ആവുന്ന എപ്പോഴാണ്? 0 കോസിന്റെ വാല്യൂ 0 എത്തുമ്പോൾ cos 0 ആണ് 1, അതുകൊണ്ട് തന്നെ cos inverse 1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി x 2a പോകുമ്പോൾ ഇതെന്താവും? cos inverse a minus 2a divided by a ആണ്. a minus 2a എന്ന് പറയുമ്പോൾ മൈനസ് എയും എയും ക്യാൻസൽ ആയി. സോ -1 ആണ് വരുന്നത്. കോസിന്റെ വാല്യൂ -1 ആവുന്നത് പൈയിലാണ്. അപ്പോൾ cos inverse -1 എന്ന് പറയുന്നത് പൈയിലോട്ടായി. ഇനി a minus x is equal to a cos theta ആയതുകൊണ്ട് തന്നെ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുക, ഇത് ഇങ്ങോട്ടും. അപ്പോൾ a മൈനസ് പ്ലസ് ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. സോ എക്സ് ഈസ് ഈക്വൽ ടു a മൈനസ് a cos theta വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു
എ ഇവിടെയും എ ഉണ്ട് ഇവിടെയും എ ഉണ്ട്. സോ എ ഔട്ട് സൈഡ് എടുക്കുക. ഇവിടെ എ പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താണ്? 1 ആണ്. സോ 1 മൈനസ് കോസ് തീറ്റ വരും. എ 1 മൈനസ് കോസ് തീറ്റ എന്താണ്? നമ്മൾ കോസ് 2 തീറ്റയുടെ ഫോർമുലയാണ് അപ്ലൈ ചെയ്തത്. സോ 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. സോ എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ഇതിനെ മാറ്റി എഴുതിയില്ലേ, ഈ ഇന്റഗ്രന്റ് എക്സ് റേസ് ടു എം ഇൻറ്റു റൂട്ട് ഓഫ് 2a എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എം ഇൻ ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഇന്റഗ്രന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായി? എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ വരും. എ മൈനസ് എക്സ് എന്ന് പറയുന്നത് എ കോസ് തീറ്റ അല്ലേ, അപ്പോൾ രണ്ടിൻ്റെയും സ്ക്വയർ എടുക്കുക. രണ്ടിലും എ സ്ക്വയർ കോമൺ ആണ്, ഔട്ട് സൈഡ് എടുക്കുക. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ വരും. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ. സോ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ വന്നു. സോ ഇന്റഗ്രൽ 0 to 2a എക്സ് റേസ് ടു എം ഇൻറ്റു റൂട്ട് ഓഫ് 2a എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോർമാറ്റ് മാറ്റി എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ് ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് റേസ് ടു എം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഈസ് എക്സ്, ഇവിടെ കണ്ടു എ ഇൻറ്റു 2a ഇൻറ്റു സൈൻ സ്ക്വയർ ആണ്. അപ്പോൾ 2a പവർ എം ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഹോൾ റേസ് ടു എം ആണ്. അപ്പോൾ 2m വരും. സൈൻ റേസ് ടു 2m തീറ്റ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ്. ഇത് എ സ്ക്വയർ മൈനസ് ആണ്, അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ എയും സൈൻ തീറ്റയും ആയിരിക്കും, സ്ക്വയർ പോവും. ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത് എ സൈൻ തീറ്റ ഡി തീറ്റ ആണ്. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി സൈൻ തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 2 തീറ്റ ബൈ 2 എന്ന് എഴുതി കൂടെ. 2 ഇൻറ്റു ഞാൻ സൈൻ തീറ്റ അല്ലേ വരിക. ഇനി സൈൻ 2 തീറ്റയുടെ ഫോർമുല അപ്ലൈ ചെയ്യുക. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ടേമിനെ നമ്മൾ മാറ്റി എന്താണ്? ഇതാ 2ന്റെ പവർ എം മാത്രമേ ഉള്ളൂ. ഇവിടെ എ പവർ എം ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. അപ്പോൾ എ സ്ക്വയർ വന്നു അല്ലേ, അതാണ് ഇവിടെ എഴുതിയത്. 2ന്റെ പവർ എം, എന്റെ പവർ എം ഇൻറ്റു എ സ്ക്വയർ. ഇവിടെ ഒരു എ, ഇവിടെ ഒരു എ ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ. എയുടെ പവർ കൂട്ടി ചെയ്താൽ സോ 2. ഇവിടെ എം പ്ലസ് 2 വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കി 2 സൈൻ തീറ്റേനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സൈൻ സ്ക്വയർ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. അപ്പോൾ സൈൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ 2 സ്ക്വയർ ഉണ്ട്, ഇവിടെ 2 റേസ് ടു എം ഉണ്ട്, അപ്പോൾ 2 റേസ് ടു എം പ്ലസ് 2 ആയി. എ റേസ് ടു എമ്മും എ സ്ക്വയറും എ റേസ് ടു എം പ്ലസ് 2. അങ്ങനെയാണ് 2a റേസ് ടു എം പ്ലസ് 2 വന്ന്. ഇന്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ റേസ് ടു 2m പ്ലസ് 2. ഇവിടെ ഒരു സൈൻ സ്ക്വയർ വരും, അങ്ങനെയാണ് 2 തീറ്റ ബൈ 2 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ബൈ 2 വന്നേ. ഇനി നമ്മൾ തീറ്റ ബൈ 2ന് ടി എന്ന് കൊടുക്കാം. അപ്പോൾ എന്തായി? ടി ഈക്വൽ ടു തീറ്റ ബൈ 2 ആയതുകൊണ്ട് തന്നെ ഡി ടി ഈക്വൽ ടു ഡി തീറ്റ ബൈ 2 വരും. സോ ഡി തീറ്റ എന്ന് പറയുന്നത് 2dt ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്നത് ഇന്റഗ്രൽ 0 to പൈ ഉള്ളത് പൈ ബൈ 2 ആവും. തീറ്റയ്ക്ക് പൈ കൊടുക്കുമ്പോൾ ടി ഈക്വൽ ടു പൈ ബൈ 2 ആണ് വരുന്നത്. അപ്പോൾ ഇന്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ റേസ് ടു 2m പ്ലസ് 2 ഇൻറ്റു തീറ്റ ബൈ 2 എന്ന് പറയുന്നത് ടി ആയി, കോസ് സ്ക്വയർ ടി ആയി, ഇൻറ്റു ഡി തീറ്റ എന്ന് പറയുന്നത് 2dt ആണ്. അപ്പോൾ 2 ഔട്ട് സൈഡ് എഴുതി. അപ്പോൾ നമ്മുടെ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2a റേസ് ടു എം പ്ലസ് 2 ഇൻറ്റു 2 ഇന്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ റേസ് ടു 2m പ്ലസ് 2t ഇൻറ്റു കോസ് സ്ക്വയർ ടി ഡി. ഇതാണ് മെത്തേഡ്, കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഈ ഇന്റഗ്രലിന്റെ ഈ വാല്യൂ റൂട്ട് ഓഫ് 2ax മൈനസ് എക്സ് സ്ക്വയറിന്റെ വാല്യൂ എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് എഴുതാൻ. ഇത് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. 2ax മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ്. സോ അതിന് ആ ഫോർമാറ്റിൽ ആദ്യം എഴുതുക. പിന്നീട് എ മൈനസ് എക്സിനാണ്, എക്സിനല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, പ്രോബ്ലം ചെയ്യാം, കുറച്ചും കൂടി ക്ലിയർ ആവും മെത്തേഡ്. ഫസ്റ്റ് എന്താണ്? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 4 dx ആണ്. അതായത് ഫസ്റ്റ് കേസാണ്. ഫസ്റ്റ് കേസിലാണെന്നുള്ള എം ഈക്വൽ ടു 2 എൻ ഈക്വൽ ടു 2 ആണ് ഇവിടെ വരുന്നത് അല്ലേ. ഈ ഫോർമാറ്റിലാണെന്നുള്ളത്.
എക്സ് റേസ് ടു എൻ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു എം ആണ്. ഇവിടെ എന്നും എമ്മും രണ്ടും 2 ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എക്സിന് ടാൻ തീറ്റ കൊടുക്കുക. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു സിക്സ് സ്ക്വയർ തീറ്റ ആയി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രൻ്റ് മാത്രം എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ, അപ്പോൾ ടാൻ റേസ് ടു എൻ തീറ്റ ഡിവൈഡ് ബൈ സിക്സ് സ്ക്വയർ റേസ് ടു ഇൻ്റഗ്രൻ്റ് മാത്രം എടുക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ആകുമ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് സിക്സ് സ്ക്വയർ തീറ്റ ഡി തീറ്റയാവും. എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുത്തേ. അപ്പോൾ ഇതെന്താ നോക്കുക, എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 4 എന്ന് പറയുന്നത് എക്സ് എന്ന് വെച്ചാൽ ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഹോൾ റേസ് ടു 4 വരും. ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 6 സ്ക്വയർ തീറ്റ റേസ് ടു 4 വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. That will be equal to sin square theta divided by cos square theta into cos raised to 8x വരും. tan theta എന്ന് പറഞ്ഞാൽ 1 by sin by cos ആണ്. 1 by sec എന്ന് പറഞ്ഞാൽ cos ആണ്. സോ cos raised to 8 theta വന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് sin square theta divided by cos square theta into cos raised to 8 theta ആണ്. d theta എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? dx എന്ന് വെച്ചാൽ d theta divided by cos square, അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഉള്ളത് 0 ടു പൈ ബൈ 2 ആയി. സോ ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ സ്ക്വയർ തീറ്റ, കോസിന്റെ പവർ എല്ലാം കൂട്ടി ചെയ്ത ഇത് 2 ഉം 2 ഉം 4 ആയി. ന്യൂമറേറ്ററിൽ വരുമ്പോൾ 8 മൈനസ് 4, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ p ഈക്വൽ ടു 2 ഉം q ഈക്വൽ ടു 4 ഉം രണ്ടും ഈവൺ ആണ്. ഈവൺ ആവുന്ന കേസിൽ ഏതാ ചൂസ് ചെയ്യേണ്ടത്? തേർഡ് ഫോർമുലയായിരുന്നു. So p minus 1 divided by p plus q into p minus 3 divided by p plus q minus 2 into etc. 1 by 2 plus q into q minus 1 by 2 q minus 3 by q minus 2 into etc. into 1 by 2 into pi by 2 വരും. Substitute ചെയ്യുക. So the value will be equal to pi by 32 എന്ന് കിട്ടും. സെക്കൻഡ് പ്രോബ്ലം നോക്കുക. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 7 by 2. അതായത് ഏത് ഫോമാണ്? സെക്കൻഡ് ഫോമിലാന്നുള്ള അല്ലേ? സെക്കൻഡ് ഫോമാറ്റ് ഈ ഫോമാറ്റിലാന്നുള്ള എം പ്ലസ് 1 by 2 7 by 2 അങ്ങനെയല്ലേ? അപ്പോൾ കേസ് 2 ആണ്. എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇന്റഗ്രാൻഡ് എന്ന് പറയുന്നത് എന്തായി? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഹോൾ റേസ് ടു 7 by 2 ആയി. ഇത് സീക്ക് സ്ക്വയർ തീറ്റ വരും. സ്ക്വയറും ഇതും 1 by 2 ക്യാൻസലായി. ഈ 2ഉം ക്യാൻസലായി. ബാക്കി വരുന്നത് സീക്ക് റേസ് ടു 7 തീറ്റയാണ്. സോ ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സീക്ക് സ്ക്വയർ തീറ്റയാണ്. ടാൻ സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ ആണ്. 1 by സീക്ക് എന്ന് വെച്ചാൽ കോസ് ആണ്. സോ കോസ് റേസ് ടു 7 വന്നു. ഈ 2 മുകളിലോട്ട് പോകുമ്പോൾ 7 മൈനസ് 2 ആയി. സോ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് റേസ് ടു 5 തീറ്റ വരും. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 ടു ഇൻഫിനിറ്റി ഉള്ളത് എന്തായി മാറി? 0 ടു പൈ ബൈ 2 ആവും. ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ കോസ് റേസ് ടു 5 തീറ്റ വരും. ഡി എക്സ് എന്ന് വെച്ചാൽ ഡി തീറ്റ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റയാണ്. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 2 മുകളിലോട്ട് പോകും. സോ 5 മൈനസ് 2 ആവും. സോ വി ഗെറ്റ് 3 ആണ്. പി ഈക്വൽ ടു 1 ഉം ക്യൂ ഈക്വൽ ടു 3 ഉം. പി ഓടാവുന്ന കേസ് ആദ്യത്തെ മാത്രമാണ്, ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 by 2 plus 3 1 എടുത്ത് എന്താണ്? പി ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഒരു ടേമേ ഉള്ളൂ. 1 by 2 plus 3 into 3 minus 1, അതായത് q minus 1 by q. ഇത് 1 by p plus q into 1 by q minus 1 by q minus 1 by q ആണ്. സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 by 2 plus 3 into 3 minus 1 by 3. So that is equal to 1 by 5 into 2 by 3. That is equal to 2 by 15 വരും. മൂന്നാമത്തെ കേസാണ് അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 0 to 2a ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു എ മൈനസ് എക്സിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ 2ax മൈനസ് എക്സ് സ്ക്വയർ എക്സിനല്ല സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കേണ്ടത്. എ മൈനസ് എക്സിന് എ കോസ് തീറ്റ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മൈനസ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എ സൈൻ തീറ്റ ഡി തീറ്റ കിട്ടും. എ മൈനസ് എക്സ് ഇവാലുവേറ്റ് ചെയ്തു. നമ്മുടെ ഇന്റഗ്രൽ 2ax മൈനസ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ വരും. സോ നമുക്ക് കിട്ടുന്നത് എ സൈൻ തീറ്റ എന്ന് പറയുന്ന ടേമാണ്. സോ ഇന്റഗ്രൽ 0 ടു 2a എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2ax മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ 2a സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. സ്ക്വയർ വരുമ്പോൾ ഹോൾ സ്ക്വയർ വരും. ഇൻറ്റു ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ സൈൻ തീറ്റ. ഡി എക്സ് എന്ന് പറയുന്നത് അഗെയിൻ എ സൈൻ തീറ്റയാണ്. സോ ഇവിടെ എ സ്ക്വയറും ഇവിടെ എ സ്ക്വയറും. സോ എ റേസ് ടു 4 വന്നു.
2 square is 4 sin square theta by 2 into ഇത് sin square theta ആണ്. sin theta എന്ന് പറഞ്ഞാൽ 2 sin theta by 2 cos theta by 2 ആണ്. അതിന്റെ സ്ക്വയർ വരും. സോ again 2 സ്ക്വയർ വരും 4 4 into 4 16 a raised to 4 into സൈൻ്റെ പവർ കൂട്ടുക. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4, സോ 6 വന്നു. ഇവിടെ കോസിന്റെ പവർ 2 മാത്രമേ ഉള്ളൂ. ഇനി ടിക്ക് വാല്യൂ കൊടുക്കാം. സോ ടി ഈക്വൽ ടു തീറ്റ ബൈ 2 ആകുമ്പോൾ ഡി ടി എന്ന് പറയുന്നത് ടി തീറ്റ ബൈ 2 ആവും. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഗെയിൻ ഡി തീറ്റ എന്ന് പറയുന്നത് 2 ഡി ടി ആണ്, ഒരു 2 കൂടി വരും. 16 into 2 എന്ന് പറയുമ്പോൾ 32 a raised to 4 into ഇന്റഗ്രൽ 0 to പൈ ഉള്ളത് പൈ ബൈ 2 ആയി sin raised to 60 into cos സ്ക്വയർ ടി ഡി ടി വരും. അതായത് പിയും ക്യൂവും ഈവൺ ആവുന്ന കേസാണ് ഇന്റഗ്രലിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് ദിസ് വാല്യൂ. ഓക്കെ, ഇതേപോലത്തെ വേറൊരു പ്രോബ്ലം ആണ് അടുത്തത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത് അതേപോലത്തെ പ്രോബ്ലം ആയതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ചെയ്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.